എടാ ദിസ് ഇസ് ഇതിൻ അങ്ങനെ ഞാൻ ദൃശ്യം 3 കണ്ടു. ഇതിപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ്. ഓൾറെഡി ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇവിടെ ഷോർട്സ് ആയിട്ട് ഞാൻ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ലോങ് വീഡിയോ, കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്കെല്ലാം അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ എന്നുള്ള രീതിയിലാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു പടത്തിലോട്ട് പോണതിന് മുമ്പ് ഞാൻ ആദ്യമേ പറയുന്നത്, എടാ ഇത് എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. സോ അത് മനസ്സിലാക്കിയിട്ട് കാണുക. ഇപ്പം ഞാൻ വേറെ നെഗ് പറയണതോ അങ്ങനത്തെ രീതിയിലൊന്നും എടുക്കരുത്. എനിക്കൊരു ഡീസൻറ്റ് വാച്ച് എന്നുള്ളതിലേ എനിക്ക് തോന്നിയുള്ളൂ. ഇത് ഒരു സ്റ്റാൻഡ് അലോൺ മൂവി എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കൊള്ളാം. ഇത് അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രാഞ്ചൈസിയിലുള്ള ഈ ഒരു മൂവി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ഒരു വീക്കസ്റ്റ് മൂവി എന്നുള്ള രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് ആദ്യത്തെ 2 മൂവി തന്ന ആ ഒരു ഹൈ, അല്ലെങ്കിൽ ആദ്യത്തെ 2 പാർട്ടിലും കഥ പോയ രീതി പോലെ അല്ല. ഓഫ് കോഴ്സ് ഞാൻ ഇൻ്റർവ്യൂസൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പം പറയുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷണൽ സൈഡാണ് പറഞ്ഞു പോകുന്നതെന്നുള്ളത്. പക്ഷേ സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ ലൈക്ക് ആ ഒരു കഥ പറഞ്ഞു പോകുന്ന രീതിയൊന്നും ലാഗുണ്ട് ഇല്ലെന്നൊന്നും പറയാനില്ല. ആ ഒരു കൺവിൻസിങ് ഫാക്ടർ എനിക്ക് എവിടെയോ മിസ്സായ പോലെ എനിക്ക് തോന്നി. പിന്നെ കമ്മിങ് ടു പെർഫോമൻസിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം ആസ് യൂഷ്വൽ അവരെ പരിപാടി തന്നെ നന്നായിട്ട് കിടിലുമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതും ലാലേട്ടൻ്റെ ഒരു സീന്, ഐ മീൻ 1-2 സീൻസുകൾ കണ്ടപ്പോൾ എനിക്ക് തുടരും ആണ് എനിക്ക് ഓർമ്മ വന്നത്. അതിൽ 1-2 മാസ് ഓറ കാണിക്കുന്ന ഒരു സീനുകൾ പോലെയൊക്കെ ഉണ്ട്. എനിക്ക് അതിൻ്റെ ആ ഒരു ചെറിയൊരു ഛായ എനിക്ക് അടിച്ചു. സോ അങ്ങനെ അത് മാത്രമല്ല, ഇപ്പം പറയാൻ മാത്രം അങ്ങനെ സ്പോയിലറൊന്നുമില്ല, ഉള്ളത് പറയില്ല. അങ്ങനെ വലിയ സ്പോയിലർ കാര്യങ്ങളൊന്നുമില്ല. ശരി, എന്നിരുന്നാൽ പോലും പേരും കാര്യങ്ങളൊന്നും പറയണില്ല. പക്ഷെ എന്നിരുന്നാലും ആദ്യ പാർട്ടിൽ കണ്ട ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു കൊടൂര മാനറിസം ഒന്നും വെച്ച് നോക്കിയപ്പം എന്ന് വെച്ചാൽ, കാരണം അതാണ് ഞാൻ പറഞ്ഞത്, സ്പോയിലറായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കഥാപാത്രങ്ങൾ മാറിയും തിരിഞ്ഞും ഒക്കെ വരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹൈ തന്ന കാര്യങ്ങളൊന്നും ഇവിടെ, ഐ മീൻ ആ ഒരു ക്യാരക്ടറിനെ വീണ്ടും ഇവിടെ കാണിച്ചപ്പോഴേക്കും അങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ടൊന്നും എനിക്കിതങ്ങനെ തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന് അവരുടെ ആ ഒരു പെർഫോമൻസ് ഫസ്റ്റത്തേനെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ലെവലുള്ളതായിട്ടൊന്നും തോന്നിയില്ല. എന്നിരുന്നാലും ഒരു ഓക്കെ എന്നുള്ള ലെവലിലാണ് പോയത്. ഈവൻ സിദ്ദിഖായാലും ലൈക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല, അങ്ങനെ അങ്ങോട്ട് അത് കൺവിൻസിങ് ആയിട്ട് അത് എനിക്ക് തോന്നിയില്ല. കമ്മിങ് ടു ക്ലൈമാക്സിലോട്ട് വന്നപ്പോഴും ഈ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇൻ്റർവ്യൂസിൽ പറയണുണ്ട്, എന്ന് വെച്ചാൽ ആദ്യമേ ദൃശ്യം 2 കഴിഞ്ഞ് 3 വരുന്നതിന് മുന്നേ പറഞ്ഞ് അവർക്ക് ക്ലൈമാക്സ് മാത്രം മൈൻഡിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ക്ലൈമാക്സ് ആണ് വെയിറ്റ് ചെയ്ത് ഞാൻ ഇരുന്നത്. ഓക്കെ, എന്താണെന്നുള്ളത് ഒരു ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ, അല്ലാതെ പോലെ എനിക്ക് ഫസ്റ്റിലും സെക്കൻഡിലും തന്ന പോലെ ഒരു കിളി പാറുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഒരു ട്വിസ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ അവിടുത്തെ പെർഫോമൻസ് വാസ് സെറ്റ്. അല്ലാതെ എനിക്ക് അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ ഇത് ഇവിടം കൊണ്ട് തീർന്നു എന്നുള്ള രീതിയിലാണ് നിന്നത്. പക്ഷെ അതാണ് പറഞ്ഞത്, സ്പോയിലർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി അവർ ദൃശ്യം 4 എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് വരാൻ ലൈക്ക് കുറച്ച് അവർ അത്രയും ടൈം എടുത്തു. സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് വരാൻ എനിക്ക് പേഴ്സണലി കുറച്ച് ഫോഴ്സ്ഫുള്ളി അവർ ചെയ്തതുപോലെ ആയിട്ടാണ് എനിക്ക് ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നിയത്. സോ അതാണ് എന്ന് വെച്ചാൽ, സോ അമിത പ്രതീക്ഷകളുമായിട്ടൊന്നും പോവാതൊന്നും ഇരിക്കുക. ആദ്യത്തെ 2 പാർട്ടിലെ പോലെ കിളി പറത്തുന്ന ട്വിസ്റ്റുകളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ നല്ല, ചിലപ്പോൾ എന്നെക്കാട്ടി മേലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയെന്നിരിക്കും. പിന്നെ എൻ്റെ കൂടെ ഇരുന്ന ഓഡിയൻസ് ഒക്കെ കൊള്ളായിരുന്നു, അത്യാവശ്യം ഓണായിട്ടിരിക്കുന്ന ഓഡിയൻസ് തന്നെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കൈയടിക്കാനുള്ള ഒരു മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പിന്നെ എന്നിരുന്നാലും കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് പോകണം എന്നുള്ള ലെവലിലായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത് ഫ്രാഞ്ചൈസിയിലെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും വീക്കായിട്ടുള്ള ഇതാണ്ടോ. എന്ന് വെച്ചാൽ ആ ഒരു കിക്ക് അങ്ങോട്ട് കിട്ടണില്ല. എന്ന് വെച്ചാൽ ഞാൻ അതാണ് പറഞ്ഞത്, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇപ്പം സെക്കൻഡ് പാർട്ടിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഒരു ഇൻ്റർവെല്ലാകുമ്പോൾ ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ ഞാൻ വെച്ചാൽ ഓക്കെ, ഇൻ്റർവെല്ലാകുമ്പോഴൊക്കെ ഒരു ഹൈ തരുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ഓക്കെ, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ പക്ഷേ കഥയിൽ കറക്റ്റായിട്ട് കയറി പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കഥയിൽ കറക്റ്റായിട്ട് കയറി പോയി. അപ്പം ഞാൻ വെച്ചാൽ ഓക്കെ, സ്ലോ പേസ് പടമാണ്, പതിഞ്ഞ ഒരു തളത്തിൽ അങ്ങ് പോയി കൊണ്ട് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൽ അങ്ങ് കണക്റ്റ് ആവുമെന്ന് പറഞ്ഞപ്പോഴും അതൊന്നും വന്നില്ല. അപ്പം ശരി, ഓക്കെ, സെക്കൻഡ് ഹാഫിലായാലും ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ആ ഒരു ഹൈ ഉള്ള ആ ഒരു ഇതില്ല. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു പടം, ഓക്കെ, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഡീസൻറ്റ് വാച്ചിനുള്ള ഒരു പടമൊന്നല്ലാതെ അതിന് മേലെ വയ്ക്കാനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അതും പ്രത്യേകിച്ച് ഈ ഒരു ഫ്രാഞ്ചൈസി പടം ആയതുകൊണ്ട്. സോ അത്രയേ ഉള്ളൂ, ഇതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദൃശ്യം 3. അതുപോലെ തന്നെ ഈ പേജും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. സോ അത്രയേ ഉള്ളൂ. സോ താങ്ക് യു.